ഇന്നത്തെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ മുട്ട നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ നല്ലതാണ്, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളത്തിന് പകരമായിട്ട് ഇളം ചൂടുള്ള പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും പാത്രത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാളയ്ക്ക് ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണിന് താഴെയായിട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫില്ലിങ്സ് ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിലേക്ക് ആവശ്യമില്ല. മസാലയുടെ പച്ചമുളകൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല, ഒരു 1/4 ഫ്രൈ ആക്കിയിട്ടാണ് എടുത്തിട്ടേ ഉള്ളൂ. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ മിക്സാക്കി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കുറച്ച് കൂടുതൽ അളവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഫില്ലിങ്സൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവും ഏകദേശം നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്, ഒന്നിച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മൈദ തൂവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചെറിയൊരു കട്ടിയിൽ കുറച്ച് നീളത്തിലായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഫില്ലിങ്സ് കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ പീസിൻ്റെയും സൈഡ് ഭാഗം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ പാനിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ നല്ലതാണ്. ഫില്ലിങ്സ് വല്ലാണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുമില്ല, എന്നാലും വല്ലാതെ പുറത്തേക്ക് പോകുന്നൊന്നുമില്ല. അപ്പോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അവിടെ തന്നെ കിടക്കട്ടെ. ഒന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് പൊങ്ങി കിട്ടിയാൽ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ മുകൾ ഭാഗമൊക്കെ ഇതുപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ മറിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഏതായാലും ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് താഴ്ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ട് നന്നായിട്ട് പൊങ്ങി നല്ല ബ്രെഡ് പോലെ നന്നായിട്ട് പൊങ്ങി കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തിട്ടുള്ള ഫില്ലിങ്സ് ഇതുപോലെ വഴറ്റിയിട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. ഫ്രൈ ചെയ്ത ചിക്കനും നമ്മൾ ഷവർമേൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ ഫ്രൈ ചെയ്ത ചിക്കനും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കുറച്ച് മയോണൈസ് ഇട്ട് മിക്സ് ആക്കിയിട്ട് അത് ഉള്ളിൽ നിറച്ച് കൊടുത്താലും മതി. അതായാലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.